പ്രാഞ്ചി. ആഹാ, സൂപ്പർ, അടിപൊളി. ഈ പ്രാഞ്ചി ആള് കൊള്ളാലോ. ഒന്ന് വിളിച്ച് നന്ദി പറയണം. ഹലോ മീര. ഹായ് ഗിരീഷ് മാഷേ. മാഷ എന്ന ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടായി. ആണോ? താങ്ക്സ്. എവിടെ മാഷിന്റെ പ്രാഞ്ചി? പ്രാഞ്ചി അല്ലേ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ഡിസൈൻ ചെയ്തേ? എനിക്കൊരു താങ്ക്സ് പറയണം. ആ, അതിനെന്താ, ഞാൻ വിളിക്കാം. മീര നേരിട്ട് തന്നെ പറഞ്ഞു. അത് കൊള്ളാം, ഒന്ന് വിളിക്കോ? ഓ ആ, അമ്മേ അമ്മ, പ്രാഞ്ചിയെ മീര അന്വേഷിക്കുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുത്തതിന് താങ്ക്സ് പറയണം. അവനൊന്ന് വിളിക്കാമോ? ഹലോ. ആ, അമ്മയോട് ഒന്ന് സംസാരിക്കട്ടെ. വീഡിയോ മോഡ് ഓൺ ആക്കോ? അമ്മേ. പോലെ ഒരു മിനിറ്റ്. ആ മോളെ. ഹായ് ടീച്ചറമ്മേ, സുഖല്ലേ? ആ, എനിക്ക് കപ്പയും മീൻകറിയും വേണം. എന്നാ ഇങ്ങോട്ട് പോരെ. വരാം. അതെ, അമ്മയുടെ പ്രാഞ്ചി കൊടുത്തയച്ച ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ നന്നായി തുടങ്ങിയതിന്റെ ലക്ഷണമാ. അവനെ കുറിച്ച് അങ്ങനെ നല്ലത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാ. അല്ല, നന്നായി തുടങ്ങിയെന്ന് വെച്ചാ മുൻപ് കുഴപ്പക്കാരനായിരുന്നോ? ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ മീരയോട്? സാരമില്ല, ആള് ശരിയായിക്കോളും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം മോളെ. ശരി ടീച്ചറമ്മേ. വിളിക്കാമേ. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ മുതൽ മീര നല്ല കുട്ടിയായി അല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ പൊളിയാ. എല്ലാവരെയും ഭയങ്കര ഇഷ്ടാ. ഓ, അങ്ങനെ വേണം മിടുക്കി കുട്ടികൾ. പ്രാഞ്ചി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നടക്കങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട്. ഹലോ പ്രാഞ്ചി. ഹായ്. ഇതെന്താ ഇത്? മാസ്ക് ഒക്കെ വെച്ചിട്ട്. മാസ്ക് മാറ്റ്, ഞാനൊന്ന് മുഖം കാണട്ടെ. മാറ്റടാ അങ്ങോട്ട്. എനിക്കൊരു സൂപ്പർ ഗിഫ്റ്റ് കൊടുത്ത് അയച്ച ആളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. മാറ്റടാ അങ്ങോട്ട്. ഡാ പ്രാഞ്ചി, ഡാ അവിടെ നിക്കേ. ഡാ. അയ്യോ, ആള് പോയോ? അതെ, അവനൊരു പ്രത്യേക ടൈപ്പാ. ആഹാ. എന്തായാലും താങ്ക്സ് പറഞ്ഞല്ലോ, ഇനി പിന്നീട് പരിചയപ്പെടാം. ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദു, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നേ. രജന ചേച്ചിയുടെയും ഗിരീഷേട്ടന്റെയും കാര്യം നമുക്കൊന്ന് സീരിയസ് ആയിട്ട് അവതരിപ്പിക്കാം. രണ്ടുപേരുടെയും മനസ്സില് പരസ്പരം നല്ല സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി. ഗിരീഷേട്ടനാണെങ്കിൽ രജന ചേച്ചി അല്ലാതെ വേറെ ആരെയും വിവാഹം ചെയ്യുമില്ല. ആ കല്യാണം നടക്കാൻ ആദ്യം വേണ്ടത് രജന ചേച്ചിയുടെ ഉറച്ച തീരുമാനം, ഒരു സ്ട്രോങ് എസ്. അത് രജനേച്ചി പറയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
പരാജയപ്പെട്ട ദാമ്പത്യത്തിന്റെ പ്രശ്നങ്ങൾ രജനീച്ചയുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് മാറിക്കോട്ടെ. അപ്പൊ ചേച്ചി തന്നെ പറയും. ചിലപ്പോ അതിനിടയ്ക്ക് ഗിരീഷേട്ടൻ തന്നെ നേരിട്ട് വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയാലുമായി. അങ്ങനെ സംഭവിച്ചാ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കണം. വിളിച്ചിറക്കാൻ അവനിങ്ങ് വരട്ടെ.